എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ബ്രെഡും ഉരുളക്കിഴങ്ങും ഒഴിക്കുന്നത് കൊണ്ട് നല്ലൊരു കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു 6-7 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, സവാള, ക്യാരറ്റ്, ഇഞ്ചി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് ചേർത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ ഇവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ബ്രെഡ് പൊടിച്ചത് അതെടുത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് എടുക്കാം. ഞാൻ ഇതേപോലെയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് റൗണ്ടായിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഈ കോൺഫ്ലവറിൻ്റെ ആ കൂട്ടിലേക്ക് നമുക്കിതൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൂടെ ഒന്ന് മുക്കി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇതേപോലെ എല്ലാം ഇരിക്കുന്നത് ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്ന് കോരി പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ബ്രെഡ് കൊണ്ടുള്ളൊരു കട്ട്ലേറ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ബ്രെഡും ഉരുളക്കിഴങ്ങും കൂടെ ഉള്ളത് ചായയോടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.